നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വ്യക്തിത്വ പഠന സമീപനങ്ങൾ, സിദ്ധാന്തങ്ങൾ. ഇന സമീപനം, സവിശേഷക സമീപനം, മാനവികതാ സമീപനം, മനോവിശ്ലേഷണ സമീപനം, അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം, ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം, എബ്രഹാം മാസ്ലോ. വ്യക്തിത്വ പഠന സമീപനങ്ങൾ. വ്യക്തിത്വത്തിൻ്റെ ഘടനയും വികാസവും വിശദീകരിക്കുന്ന പ്രധാന വ്യക്തിത്വ പഠന സമീപനങ്ങളാണ് ഇനസമീപനം, ടൈപ്പ് അപ്രോച്ച്, സവിശേഷക സമീപനം, ട്രെയ്റ്റ് അപ്രോച്ച്, മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനാലിസിസ് അപ്രോച്ച്, മാനവികതാ സമീപനം, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇന സമീപനം, ടൈപ്പ് അപ്രോച്ച്. ഇന സമീപന പ്രകാരം വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് ഒരു വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ ശരീരഘടന, ഭക്ഷണരീതി എന്നിവയെ ആശ്രയിച്ചാണ്. ഇന സമീപന പ്രകാരം വ്യക്തിത്വ നിർണ്ണയം നടത്തിയ പ്രതിഭാശാലികളാണ് ഹിപ്പോക്രാറ്റസ്, ഷെൽഡൻ, ക്രഷ്മർ എന്നിവർ. മനുഷ്യ ശരീരത്തിൽ രക്തം, മഞ്ഞ പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം എന്നിങ്ങനെ 4 തരം രസങ്ങളുണ്ടെന്നും ആ വ്യക്തിയുടെ ശരീരത്തിൽ മുന്തി നിൽക്കുന്ന രസം അയാളുടെ വൈകാരിക ചിന്താവൃത്തിക്ക് സവിശേഷ സ്വഭാവം നൽകുന്നു എന്നും അഭിപ്രായപ്പെട്ടത് ഹിപ്പോക്രാറ്റസ് ആണ്. ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് ക്രഷ്മർ ആണ്. ക്രഷ്മറിൻ്റെ അഭിപ്രായത്തിൽ 3 തരം കായിക ഘടനകളാണ് ഉള്ളത്: ആസ്തനിക്, അത്ലറ്റിക്, പിക്നിക്. ഉയരം കൂടിയതും മെലിഞ്ഞതുമായ ദുർബല ശരീരം, സാമൂഹ്യ ബന്ധങ്ങൾ വിമുഖത കാണിക്കുകയും പിൻവാങ്ങുകയും ചെയ്യുന്ന സ്വഭാവം, വൈകാരികത കൂടുതൽ, വിഷാദഭാവം. ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്നത് ആസ്തനിക് അല്ലെങ്കിൽ ക്രസഗാത്രൻ. വികസിത പേശികളുള്ള ദൃഢശരീരവും ഉന്മേഷ സ്വഭാവം, പ്രശ്നങ്ങളോടെല്ലാം വേഗത്തിൽ പൊരുത്തപ്പെടുന്ന സ്വഭാവം, കായിക പ്രവർത്തനങ്ങൾ താൽപ്പര്യം. ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്ന അത്ലറ്റിക്, ദൃഢഗാത്രൻ എന്നാണ്. പൊക്കം കുറഞ്ഞതും തടിച്ചതുമായ ശരീരം, ഉല്ലാസപ്രിയൻ, സംസാരപ്രിയൻ, സാമൂഹ്യ ബന്ധങ്ങളിൽ താൽപ്പര്യം, പൊണ്ണത്തടി, കാര്യങ്ങൾ ലഘുവായി കാണുന്ന പ്രവണത. ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്ന പിക്നിക് അല്ലെങ്കിൽ ഗോളഗാത്രൻ എന്നാണ്. ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വ വർഗീകരണം നടത്തിയത് ഹെർബർട്ട് ഷെൽഡൻ ആണ്. ഉരുണ്ട് തടിച്ച മൃദുവായ ശരീരം, സമൂഹ ബന്ധങ്ങൾ താൽപ്പര്യം ഉള്ളവരും സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തോടു കൂടിയവരുമായി കരുതുന്ന വ്യക്തികളാണ് എൻഡോമോർഫിക്. ദൃഢമായ പേശികളോട് കൂടിയ ശരീരമുള്ളവർ, വളരെ ഉറച്ച അഭിപ്രായവും തീരുമാനവും ഉള്ളവരായും ഉന്മേഷവാന്മാരുമായി കരുതപ്പെടുന്ന വ്യക്തികളാണ് മീസോമോർഫിക്. പൊക്കത്തോടെ മെലിഞ്ഞ ശരീരമുള്ളവരെ അന്തർമുഖരും ഭീതിയോട് കൂടിയവരും ആയി വർഗീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് എക്ടോമോർഫിക്. സവിശേഷക സമീപനം, ട്രെയ്റ്റ് അപ്രോച്ച്. ഒരു വ്യക്തിയുടെ സവിശേഷകമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമ വിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെട്ടത് ഗോർഡൻ ആൽപോർട്ട് ആണ്. വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു നിർവചനം നൽകിയത് ഗോൾഡൻ വില്ലാർഡ് ആൽപോർട്ട് ആണ്. ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമ വിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം. പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണം സവിശേഷകം അല്ലെങ്കിൽ ട്രെയ്റ്റ് എന്ന് അറിയപ്പെടുന്നു. ആൽപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് സവിശേഷങ്ങളുടെ അല്ലെങ്കിൽ ട്രെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. സവിശേഷ സമീപനത്തിൻ്റെ വക്താവാണ് ആൽപോർട്ട്. സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്ന് അറിയപ്പെടുന്നത് ആൽപോർട്ട് ആണ്. മാനവികതാ സമീപനം, ദ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മാനവികതാ സമീപനം മുന്നോട്ട് വച്ച മനഃശാസ്ത്രജ്ഞൻ എബ്രഹാം മാസ്ലോ, കോൾ റോജേഴ്സ് എന്നിവരാണ്. ഓരോ വ്യക്തിയിലും സ്വയം പ്രവർത്തനക്ഷമതയും സർഗപരതയും വ്യക്തിവികസനവും പ്രയോജനപ്പെടുത്തി ആത്മസാക്ഷാത്കാരം കൈവരിക്കാനുള്ള ശേഷി വ്യക്തമാക്കുന്നതാണ് മാനവിക സമീപനം. മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനാലിസിസ് അപ്രോച്ച്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്.
അദ്ദേഹം ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം പ്രധാന ആശയങ്ങളും പ്രത്യേകതകളും. മനസ്സിൻ്റെ, പ്രത്യേകിച്ച് അബോധ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കുള്ള അന്വേഷണമാണിത്. മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും, അനുഭവങ്ങളിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ച സമീപനം ലൈംഗികമായ അബോധ സംഘർഷങ്ങളും ആക്രാമകത്വവും അല്ലെങ്കിൽ അഗ്രഷൻ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായി സിദ്ധാന്തിക്കുന്നു. മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാലാനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. മനോവിശ്ലേഷണ സമീപനത്തിൽ ഫ്രോയിഡിനെ കൂടാതെ പ്രധാന പങ്ക് വഹിച്ചവർ കാൾ ജങ്, ആൽഫ്രഡ് ആഡ്ലർ, വില്യം റീച്ച്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ 3 ഭാഗങ്ങളായി വേർതിരിക്കുന്നു. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം, മനസ്സിൻ്റെ 3 തലങ്ങൾ സംബന്ധിച്ച സിദ്ധാന്തം, തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, വ്യക്തിത്വത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ, തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം, തിയറി ഓഫ് 3 ബേസിക് ഡയമെൻഷൻ. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം, തിയറി ഓഫ് 3 ബേസിക് ഡയമെൻഷൻ്റെ ഉപജ്ഞാതാവാണ് ഐസക്. വ്യക്തിത്വത്തിൻ്റെ വികസനം വ്യവഹാര രൂപവൽക്കരണത്തിൻ്റെ 4 ക്രമീകൃത ഘട്ടങ്ങളിലായാണ് നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ഐസങ്കാണ്. ഐസങ്കിൻ്റെ അഭിപ്രായത്തിലെ 4 ക്രമീകൃത ഘട്ടങ്ങളാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ, ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ, ട്രെയ്റ്റ് ലെവൽ, ടൈപ്പ് ലെവൽ. ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അബ്രഹാം മാസ്ലോ ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ വക്താവാണ്? മാനവികതാവാദം. ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വത്വ സാക്ഷാത്കാരം നേടണമെന്ന് അഭിപ്രായപ്പെട്ടത് അബ്രഹാം മാസ്ലോ ആണ്. മനുഷ്യൻ്റെ വികാസപരമായ ആവശ്യങ്ങളെ ശ്രേണിയായി ചിത്രീകരിച്ചത് അബ്രഹാം മാസ്ലോ ആണ്. മാസ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തമാണ് ആവശ്യങ്ങളുടെ ശ്രേണി, ഹയറാർക്കി ഓഫ് നീഡ്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ക്രമീകരിക്കാവുന്നതാണ്. താഴത്തെ തലത്തിലുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതോടെ അടുത്ത തലത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. ഏറ്റവും അടിസ്ഥാനപരമായ ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ്, ശ്രേണിയുടെ അടിയിലായി നൽകിയിട്ടുള്ളപ്പോൾ ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നത് ഏറ്റവും ഉയർന്ന തലത്തിൽ നൽകിയിരിക്കുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കായികമായ ആവശ്യങ്ങൾ. 2 സുരക്ഷിതത്വം. 3 സ്നേഹം അല്ലെങ്കിൽ ബന്ധങ്ങൾ. 4 ആദരം. 5 സ്വത്ത ആവിഷ്കാരം അല്ലെങ്കിൽ ആത്മയാഥാർത്ഥ്യവൽക്കരണം, അതായത് വ്യക്തിത്വം. ശാരീരിക അല്ലെങ്കിൽ കായികമായ ആവശ്യങ്ങൾ ഉൾപ്പെടുന്നവ ശ്വസനം, ആഹാരം, ജലം, ലൈംഗികത, നിദ്ര, വിശ്രമം, വിസർജനം. സുരക്ഷിതത്വം, ശരീരം, ഉദ്യോഗം, വിഭവങ്ങൾ, സമ്പത്ത്, കുടുംബം, ആരോഗ്യം എന്നിവയുടെ സുരക്ഷിതത്വം. സ്നേഹം അല്ലെങ്കിൽ ബന്ധങ്ങൾ, സൗഹൃദം, കുടുംബം, ലൈംഗിക ബന്ധം എന്നിവ. ആദരം, ആദരവ്, ബഹുമാനം, ആത്മവിശ്വാസം, വിജയം. സ്വത്താവിഷ്കാരം അല്ലെങ്കിൽ ആത്മയാഥാർത്ഥ്യവൽക്കരണം, ധാർമ്മികത, സർഗശക്തി, ഐച്ഛികത, പ്രശ്നപരിഹാരം, എടുത്തുചാട്ടം, ഇല്ലായ്മ, വിവേകം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവിനനുസരിച്ച് എത്തിച്ചേരാവുന്ന ഉയർന്ന തലമാണ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വത്താവിഷ്കാരം അല്ലെങ്കിൽ ആത്മയാഥാർത്ഥ്യവൽക്കരണം. സമായോജനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് ശാരീരികം, ഫിസിയോളജിക്കൽ, സുരക്ഷിതത്വം, സേഫ്റ്റി, സ്നേഹസംബന്ധമായവ, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ്, ആദരം, സെൽഫ് എസ്റ്റീം, ആത്മയാഥാർത്ഥ്യവൽക്കരണം, സെൽഫ് ആക്ച്വലൈസേഷൻ. മാസ്ലോയുടെ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം വിമർശിക്കാൻ കാരണം ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തി അളക്കുവാൻ കഴിയാത്തതുകൊണ്ട് ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തെയും ചിന്താശക്തികളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളവ ആയതിനാൽ
സാർവദേശീയ പരിഗണന നൽകാൻ കഴിയില്ല എന്ന് വാദിക്കപ്പെടുന്നു. താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ ഉയർന്ന തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകൂ എന്ന വാദം ചോദ്യം ചെയ്യപ്പെടുന്നു. മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഒന്നാം സ്ഥാനം ഏതിനായിരുന്നു? ചേഷ്ടാവാദം, ബിഹേവിയറിസം. മാസ്ലോ ചേഷ്ടാവാദത്തെയും മനോവിശ്ലേഷണ സിദ്ധാന്തത്തെയും എതിർത്തതിന് കാരണം മനുഷ്യനെ മൃഗതുല്യം കണ്ടതുകൊണ്ടാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.